കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ഇത് നഷ്ടപ്പെട്ടത് 2000 വോട്ടിൻ്റെ പിന്നിലായിരുന്നു ആണ് നഷ്ടപ്പെട്ടത്, കുറവിലാണ്. 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അതിൻ്റെ അർത്ഥം അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. നാളെ ഒരു തെരഞ്ഞെടുപ്പ് കേരളം ഒട്ടാകെ നടന്നാൽ ഈ ഭൂരിപക്ഷം ചുഴൽ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തിലേക്കാണ്. കേരളത്തിൽ UDF വമ്പിച്ച വിജയം നേടി 2026 ഇവിടെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും. 100 സീറ്റെങ്കിലും നേടാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു വിജയത്തിൻ്റെ തുടക്കമാണ് ഈ ഭൂരിപക്ഷം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 5000 വോട്ടുകൾക്കാണ് മുഹമ്മദ് അവിടെ ഏറ്റവും അവസാനം പരാജയപ്പെട്ടത്. അവിടെയാണ് 11,000 വോട്ട്. 11,000 ഇതിനേക്കാൾ കുറച്ചുകൂടി ഭൂരിപക്ഷം വരുമായിരുന്നു. പക്ഷേ ഇവിടെ ഗവൺമെൻറ് വിരുദ്ധ വികാരം സ്വരൂപിച്ച് ഈ സർക്കാരിനെതിരായി പ്രകടിപ്പിക്കുന്നതിൽ എല്ലാവരും, ഗവൺമെൻറ്റിനെ എതിർക്കുന്നവരെല്ലാം ഒരു അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ജയിക്കുമായിരുന്നു.